എവിടെ പോകുന്നേ? ഹലോ, അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഇന്ന് ചേട്ടന്റെ കമ്പനിയിലെ ആനുവൽ പാർട്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾക്ക് വണ്ടിയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്റെ 2 ആഴ്ചത്തെ ഡയറ്റ് ഇന്ന് ബ്രേക്ക് ആവാൻ പോവാണ്. 64.5 കിലോയിൽ കിടന്ന ഞാൻ 61.85 എത്തിയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് എന്തായാലും എല്ലാം ബ്രേക്ക് ആവും. പക്ഷെ ഞാൻ രാവിലെ ഓട്സിന്റെ ഒരു ദോശയല്ല ഓട്സിന്റെ ഒരു ഓംപ്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ടിങ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു എന്തായാലും നിനക്ക് വിഷം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ബാറും കൂടി കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 പീസും കണ്ട് കഴിച്ചിട്ടുള്ളൂ. ബാക്കി ചേട്ടൻ തന്നെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അൽഫുർജാനിലെത്തി. ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു വണ്ടി അവർ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. കുറെ സമയം ഒരു 20 മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവിടെ എന്തൊക്കെയോ സംസാരിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ സമയം കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വിളിച്ചു, വണ്ടിയൊക്കെ എത്തി. വണ്ടിയിൽ കയറുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിനക്ക് വിഷ്വൽസ് ഒക്കെ എടുത്തു തരാന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് ജിതീഷേട്ടന് ഭയങ്കരമായിട്ട് നാണം വന്നു. പിന്നെ ഞാൻ തന്നെ എന്തൊക്കെയോ എടുത്തു വെച്ചു. അവിടെ നിന്ന് നമ്മള് ഈവൻ ബത്തൂത്തയിലാണ് ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ബസ്. ഇവിടുന്ന് എല്ലാ ഫാമിലിയും വരും. ഇവിടെ നിന്നാണ് നമ്മളെ ശരിക്കുള്ള ട്രാവൽ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് 1 ഡേ സ്റ്റേ ഉണ്ട് കേട്ടോ. ഇന്ന് ഒരു വൈകുന്നേരമൊക്കെ നമ്മൾ അവിടെ എത്തും. ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 11:30-ക്കാണ് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്നത്. വണ്ടിയിൽ കയറി കുറച്ചു നേരം ഞാൻ ഉറങ്ങി. ഫുള്ള് മരുഭൂമിയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകും തോറും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഫ്രണ്ടിലെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറച്ചൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഫാമിലീസ് കംപ്ലീറ്റ് കാണുന്നത്. ജിതീഷേട്ടന് മാത്രമല്ല പരിചയമുള്ളൂ. അപ്പൊ എനിക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു ബീച്ചിന്റെ അടുത്ത് ഒരു ടെന്റൊക്കെ ഉള്ള ഒരു സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് താമസിക്കണം എന്നുള്ളത്. പക്ഷെ അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. ഇവിടെ ടെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ബീച്ച് റിസോർട്ടാണ്. നല്ല രസമാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. ടെന്റിൽ വെച്ചിട്ട് ചാവി എല്ലാവരുടെ പേരും വിളിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിന്റെ അകത്ത് കയറപ്പോ എന്റെ ദൈവമേ എന്ത് രസമായിരുന്നെന്നറിയോ. ഒരു ചെറിയൊരു സ്പേസിൽ ഒരു ബെഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. സാധനങ്ങൾ ഇനി എടുത്തൊക്കെ ഇടുന്ന സമയത്ത് വലിച്ചു വാരി ഇട്ട് കൊളാക്കും. അപ്പൊ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് ഒക്കെ എടുക്കാം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അവര് പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബാത്റൂമിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് കുറച്ച് പോണം എന്നേ ഉള്ളൂ. അതും 2-3 സ്ഥലത്തുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിന്റെ അകത്ത് കയറിയപ്പോ. ഇപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു കുറെ വർഷമായിട്ട് നമ്മൾ ഇത് ആഗ്രഹിക്കുന്നില്ല. കുറെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേണ്ട, കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച കാര്യമായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്നൊരു ഭയങ്കരമായിട്ട് സർപ്രൈസ് പോലെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇത് കിട്ടിയത്. ഇതിന്റെ പുറത്തെ വിഷ്വൽസ് ആണ്. ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് ജിതീഷേന്റെ HR വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത് മേടിക്കാൻ എന്തെങ്കിലും പോകുന്നുണ്ടോന്ന്. പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ബീച്ചിലോട്ട് പൊക്കോ, അവിടെ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ബീച്ചിലോട്ട് പോയി. ഈ ഒരു പൂച്ചക്കുട്ടി കണ്ടപ്പോ ജിതീഷേട്ടൻ പറയാം നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന്. കുറെ നേരം ജിതീഷേട്ടൻ വിളിച്ചു. പക്ഷെ അവൻ അത്ര അങ്ങ് മൈൻഡ് ചെയ്തില്ല. നല്ല കറക്റ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസിലൊക്കെ നല്ല വിഷ്വൽസ് ഒക്കെ കിട്ടി. ഇത് ശരിക്കും കൈറ്റാണ്. ഞാൻ വിചാരിച്ചു ഇത് എന്തോ ഗരുഡനോ അങ്ങനെ എന്തോ ആണെന്ന്. ഞങ്ങൾ വന്ന സമയത്തായിരുന്നു കേട്ടോ ഒന്ന് ബീച്ചിലോട്ടൊക്കെ പോയത്. പക്ഷെ അതും നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വ്യക്തമായിട്ട് ഞാൻ കണ്ടു, ക്ലിയർ വാട്ടർ ആയിരുന്നു. അധികം ആഴമൊന്നും ഇതിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം പോയാലും പ്രശ്നമൊന്നുമില്ല. ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിറ്റേ ദിവസമാണ് എനിക്ക് മനസ്സിലായത് ഇതിനധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ശരിക്കും നല്ലൊരു ബ്ലൂ കളറാണ്. ഇത്ര ഡാർക്ക് ഒന്നും അല്ല കേട്ടോ നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ ആയിട്ടല്ല കാണുന്നത്. ശരിക്കും നല്ല ലൈറ്റ് കളർ ആയിരുന്നു. ഞങ്ങൾ കുറെ സമയം ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു ബീച്ചിൽ. പിന്നെ കുറെ പേരൊക്കെ വേറെ സെക്ഷനിലോട്ടൊക്കെ പോയി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും ഫംഗ്ഷൻ ആണല്ലോ, വെറുതെ ഇനി നനച്ച് വേറെ ഡ്രസ്സൊന്നും മാറ്റണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ ആരെയും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടാവും, ഫംഗ്ഷന് സമയമൊക്കെ ആയില്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആവണ്ടേന്ന് വെച്ചിട്ടാ വന്നത്. നോക്കുമ്പോ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് ബീച്ചിലോട്ട് പോയി. ഇവിടെ ഇറങ്ങിയാൽ കയറാനേ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ബീച്ചാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളമാണ്. ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ടാഗാണ്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ചു വന്നപ്പോ ഞങ്ങളും അങ്ങനെ തിരിച്ചു വന്നു. ഇവിടെ കൂടി നടക്കുവാണ്. ജിതീഷേട്ടന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് എനിക്ക് തിരിച്ചെടുത്ത് അത്രയൊന്നും
ഒന്നും തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചേട്ടൻ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. കുറെ ഒന്നും വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ അങ്ങനെ അങ്ങ് കുറച്ചും കൂടി ആസ്വദിച്ച് അങ്ങ് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ റെഡി ആവാനായിട്ട് എത്തിയപ്പോഴത്തേനും ലൈറ്റ് വർക്ക് ആവുന്നില്ല. ഈ സംഭവം എങ്ങനെയാണ് ഇത് തുറക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനാണ് തുറന്നു കൊടുത്തത്. എനിക്കിതിലൊക്കെ കുറച്ച് ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ചൂരി അപ്പോഴത്തേനും അത് തുറന്നു. ഈ ശിക്കാരി ശംഭുവിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ അത് നടക്കും. അങ്ങനെയാണ് അത് തുറന്നു കിട്ടിയത്. പക്ഷെ തുറന്ന് അതിന്റെ അകത്ത് നോക്കിയപ്പോഴത്തേനും എന്താ ലൈറ്റ് കത്തുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് റെഡി ആയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഇരുട്ടത്തിരുന്നിട്ട് ഫൗണ്ടേഷൻ കൂടി പോയിട്ട് വൃത്തികേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ വന്ന സമയത്ത് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ മീതെ കുറച്ചും കൂടി ഒന്ന് ജിതീഷേട്ടന്റെ ഷർട്ട് നോക്കി പോയപ്പോഴത്തേനും വേറെ ഒരു കളറും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വൈറ്റ് തന്നെ എടുത്തു. ഞാൻ ഒരിക്കലും വൈറ്റ് എടുക്കുമെന്ന് വിചാരിച്ചില്ല. എന്റെ ഡ്രസ്സ് വേറെ മെറൂൺ പോലത്തെ ഒരു കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു സ്ലീവ്ലെസ്. അപ്പൊ എനിക്ക് എന്തോ അത് ഭയങ്കര ഫംഗ്ഷൻ ഇടുന്ന ഒരു ഫീൽ വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ വേറെ പോയിട്ട് ഈ വൈറ്റ് എടുത്തു. ഇവരെല്ലാം ജിതീഷേട്ടന്റെ കൊളീഗ്സ് ആണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും മുതലേ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു കേട്ടോ. പിന്നെ 20 വർഷമായ ആൾക്കാരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അവരൊക്കെ സംസാരിച്ചു, കമ്പനിയുടെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്ന ഒരു പാർട്ടായിരുന്നു ഇത്. ഫുഡ് ഇത് സ്റ്റാർട്ടർ ആണ് കേട്ടോ. ഇതിന് ശേഷം ജിതീഷേട്ടൻ 3 പ്രാവശ്യം കണ്ടോ പോയി എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു ഫുഡായിരുന്നു. ഞങ്ങൾ കഴിച്ച് ഫുള്ളായിട്ട് എര വിഴിഞ്ഞ പെരുമ്പാമ്പിനെ പോലെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു വരുമായിരുന്നേ. ഇത്രയും കഴിച്ചാലും ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നാനും ബട്ടർ ചിക്കനും ആണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ നാനായിരുന്നു, അടിപൊളി നാനായിരുന്നു കേട്ടോ. ചപ്പാത്തി മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് ഓർത്ത് വന്ന ഞാനായിരുന്നു. ചപ്പാത്തി ഒഴികെ ബാക്കി എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറ്റിന്റെ കാര്യമൊക്കെ ഞാൻ മറന്നു. സ്വീറ്റ്സ് പിന്നെ തൊടത്തേ ഇല്ല എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ 2 കുഞ്ഞു പേസ്ട്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചാൽ എനിക്ക് ഭയങ്കര കുറ്റബോധമൊന്നുമില്ല, കാരണം 15 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റബോധം ഇല്ലാതെ ആസ്വദിച്ചൊക്കെയാണ് ഞാൻ കഴിച്ചത്. വലിയ കാര്യത്തിൽ ഞാൻ അകത്തോട്ട് പോയതായിരുന്നു. അപ്പോഴത്തേനും ലൈറ്റ് ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ലാമ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ. ഇനി അതും വർക്കാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കയറിയതാണ്. ചെറിയ കുഞ്ഞു ലൈറ്റ് ഇവിടെ കണക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നേരിട്ടിട്ട് അങ്ങനെ അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പല സാധനങ്ങളും ഞങ്ങളിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കി വെച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത് നേരത്തെ പോയപ്പോഴേ. അങ്ങനെ ചേട്ടൻ ഇത് എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നല്ല വെട്ടം വന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു ഫാൻ ഉണ്ട് കേട്ടോ, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. രാത്രി രാവിലെ നല്ല തണുപ്പാണ്. ഉച്ചയാകുമ്പോഴേ ഇവിടെ വെയിൽ വന്നിട്ട് നല്ല ചൂടാവത്തുള്ളൂ. രാത്രി ശരിക്കും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കിടന്ന് ഉറങ്ങി ക്ഷീണം കാരണം. ഇത് രാവിലത്തെ വിഷ്വലാണേ. രാവിലെ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ എന്തെങ്കിലും ചായയോ കാര്യങ്ങളോ കിട്ടുമോ അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേനും ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും എന്തായാലും ശരി, എന്റെ അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്ട്രാ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു പ്ലേറ്റും കൊണ്ട് ചെന്നതാണ്. പാൻ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ എടുത്തു കേട്ടോ. ചേട്ടനും ഞാനും എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവാണ് കൂടുതൽ ചേട്ടന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങനെ ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ നോക്കിയിരുന്നിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക ഒരു സുഖം ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കട്ടില് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ പോയി ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേനും ലിൻഡ വന്നിട്ടുണ്ടായിരുന്നു, ജിതീഷന്റെ കൊളീഗാണ്. അവിടെ പോട്ടറി ഉണ്ട്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഞാനും കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് ചെയ്യണമെന്നുള്ളത്. അവർ നമുക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തരും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രൂപത്തിലാക്കി വെക്കുമ്പോൾ അതൊരു ഷേപ്പ് ആക്കി വെക്കാൻ ലാസ്റ്റ് അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണല്ലോ. കുറെ നാളായിട്ട് എനിക്കിത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഈ കലാപരിപാടികളും ഈ ക്ലേയും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇത് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിക്കൊക്കെയാണ്. നമ്മുടെ തമ്പൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ആണ്. അപ്പൊ അവര് വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയതനുസരിച്ച് അതിനൊരു ഷേപ്പ് ആക്കിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ പേരൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇത് ഉണങ്ങത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമുക്കിത് തന്നുവിടും. ഒരു കുഞ്ഞു സാധനത്തിൽ ഞാൻ എന്റെ വലിയൊരു പേരാണ് എഴുതി വെച്ചത് കേട്ടോ. പിന്നെ ചേട്ടന് കയാക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സമയം കുറവുണ്ടായിരുന്നു കേട്ടോ. 11:30 ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോഴത്തേനും
ഇപ്പോഴത്തെ സമയം ഏകദേശം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നെ കുറെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഇനി വീണ് പോയിട്ട് നാണം കിടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്കാണെങ്കിൽ നീന്തലും അറിയത്തില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനധികം ആഴമില്ല എന്നുള്ള കാര്യം. പിന്നെ സിംഗിൾ ആയിട്ടും കൂടെയാണ് പോണത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, വല്ലയിടത്തങ്ങാണം വെച്ചിട്ട് വീണ പിന്നെ നാണം കിടും. ചേട്ടൻ അങ്ങനെ കയറി നല്ല ആസ്വദിച്ചങ്ങ് പോകാനായിട്ട് തുടങ്ങിയതായിരുന്നു. തുഴയിലായിരുന്നു, പക്ഷെ നീങ്ങുന്നില്ല. വെള്ളമില്ലാത്ത സ്ഥലത്ത് നീന്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ചേട്ടൻ തുഴഞ്ഞത് ഈ ഒരു പാർട്ടിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തായി ചേട്ടൻ നീന്തി പോവാത്തതല്ല തുഴഞ്ഞു പോവാത്തതെന്ന്. പിന്നെ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ചേട്ടനെ നേരെ വലിച്ചു കൊണ്ടുപോയിട്ട് ആ വെള്ളമുള്ള പാർട്ടിലോട്ട് കൊണ്ടുപോയി ഇടുമായിരുന്നു. പിന്നെ ഞാൻ തുഴയുന്നത് നോക്കിയിരുന്നു. അതിന്റെ വിഷ്വൽ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിന്റെ നേരെയൊക്കെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ. അപ്പോഴത്തേനും നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഡിസ്റ്റർബ് ആയിട്ട് ചേട്ടൻ തുഴയുന്നതെന്ന് എടുത്തില്ല എന്ന് പറഞ്ഞു കയറി വന്നപ്പോഴത്തേനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഞാൻ തുഴഞ്ഞത് എടുക്കാത്തതെന്ന്. പിന്നെ കുറച്ച് സമയം മാത്രമേ എനിക്ക് തുഴയാൻ കിട്ടിയിട്ടുള്ളൂ, കുറച്ചും കൂടി സമയം വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തിരിച്ചു കയറി വന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു വന്നത്. ചേട്ടൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ബീച്ചിന്റെ ഏരിയയിലൊക്കെ പോകുമ്പോൾ ബോട്ടിൽ കയറാനൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കയറത്തൊന്നുമില്ല. എനിക്ക് എന്തോ ടെൻഷനാണ് അവിടെ അത്ര സേഫ് ആണോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അവിടെ നിന്ന് നേരെ ചേട്ടൻ വന്നത് ഈ പൂളിലോട്ട് ചാടി കളിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു ഇത് വഴി ഇറങ്ങി വരാനായിട്ട് പേടിയൊന്നും ആവത്തില്ലേന്ന്. കയറുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ലല്ലോ. ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഫാം ഉണ്ടായിരുന്നേ. ആടും കോഴിയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് കാണാനില്ല. നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന പോലെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴിയും താറാവും ആടും ഒക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ വന്നതാണല്ലോ, അപ്പൊ നമ്മൾ വന്ന് ഇതൊക്കെ കാണണമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. പിന്നെ തത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് വിഷ്വൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രാവ് ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയൊരു പ്രാവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേനും അത് പറന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് കാണാത്ത ഒന്നായിരുന്നു ആമ കേട്ടോ. അതിനെ ഞാൻ കണ്ടു. അതാണ് എനിക്ക് ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. ഞാൻ കുഞ്ഞിലെങ്ങാണ്ടോ ആണ് ആമയെ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതും അത്യാവശ്യം വലിയ ആമയായിരുന്നേ. ഓരോ സൈഡിലായിട്ട് ഇത് കിടക്കുമായിരുന്നു. നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എവിടെയാണാവോ ഇതിന്റെ തല, അത് പുറത്തോട്ടും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. രാവിലെ തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടായിരുന്നു നിന്നത്. പിന്നെ എനിക്ക് മാറ്റാനൊന്നും മടിച്ചിട്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാ കെട്ടും കിടക്കൊക്കെ ആയിട്ട് തിരിച്ചു പോവാണ്. പോകുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്, എന്നാലും പോയല്ലേ പറ്റൂ. ഇത് ശരിക്കും ഗെറ്റ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് അവിടെയും പോയി ഇവിടെയും പോയി അങ്ങനെയായിരുന്നു അങ്ങ് നടന്നുകൊണ്ടിരുന്നത്. തിരിച്ചു പോകുമ്പോഴത്തേനും എന്റെ മനസ്സിൽ ആ ക്ലേ എനിക്ക് കിട്ടുമോ, ഞാൻ ഉണ്ടാക്കിയത് കിട്ടുമോ എന്നുള്ളതായിരുന്നു. ചെന്നപ്പോഴത്തേനും അത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണങ്ങിയിട്ടൊന്നുമില്ല, അതും കയ്യിൽ വെച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് പോർഷൻ. ഞങ്ങൾ വന്ന സമയത്തൊന്നും അത് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് അങ്ങ് കയറിയതായിരുന്നു. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത് ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. താഴെങ്ങാനും വീഴോ പൊട്ടോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അത്ര സേഫ് ആയിട്ടായിരുന്നു ഇതിനെ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇത് ഓരോ ഉറക്കം കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ്. ഞാൻ കയറിയ പാടെ ഉറങ്ങിപ്പോയി. അത്രത്തേനും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൊബൈൽ താഴെ പോയി. വേറെ പരിക്കുകളൊന്നും പറ്റാതെ അത് തിരിച്ചു കിട്ടി. ഇനിയിപ്പോ 2 മണിക്കൂറോളം ഈ ബസ്സിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ടൊക്കെ വിശന്നൊക്കെ തുടങ്ങി. രാവിലെ കഴിച്ചതാണല്ലോ. പിന്നെ ഇത്രയും റൈഡിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം ഈവൻ ബത്തൂത്തയിൽ ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. അത്രയൊന്നും ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾ കയറിയില്ല. അങ്ങനെ അവിടെ അടുത്തുള്ള കടയിൽ പോയിട്ട് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. പൊരിച്ച കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ മസാലയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ബിരിയാണി കൊള്ളത്തില്ലെങ്കിൽ ആ വെയിൽ അത്രയും ഇരുന്ന് ഞങ്ങൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും എന്റെ ഈ ക്ലേയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. അത്രയും വെയിലായിരുന്നു സഹിച്ചിരുന്നത്. എന്നിട്ട് ബിരിയാണി ഒട്ട് കൊള്ളത്തുമില്ല. ആകെ മൊത്തം മൂഡ് ഓഫ് ആയിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി വന്നത്. തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ വന്നത്. കാരണം ബസ്സിനാകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും, ഇവിടെ അടുത്ത് ഇറക്കുകയും ചെയ്യും. എന്നാൽ കാശൊന്നും ആവത്തില്ല, മെട്രോ കാർഡ് ഉള്ളതുകൊണ്ട്. കുറെ നാളിന് ശേഷം വരുന്ന പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഒറ്റ ദിവസം മാറി നിന്നിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ വന്ന് കയറുമ്പോൾ നമ്മുടെ ഒരു ഇടത്തിലോട്ട് വരുന്ന ഒരു ഫീലാണ്. സാധാരണ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടാറില്ല. ലൈറ്റ് ഇടുക കേട്ടാ. കുറച്ച് ടാനൊക്കെ ആയി, പക്ഷെ ഹാപ്പി അല്ലേ. ടാൻ ആയാലും നമ്മള് കുറച്ച് കഴിയുമ്പോൾ ടാനൊക്കെ അങ്ങ് പോവും. പക്ഷെ ഈ സന്തോഷിക്കുന്ന ഒരു സമയം നമുക്ക് പിന്നെ കിട്ടണമെന്നില്ലല്ലോ. എങ്ങനെ സക്സസ്ഫുള്ളി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എവിടെയെങ്കിലുമൊക്കെ പോയി പൊട്ടി തകർന്നു പോകുന്നു. പക്ഷെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു.
സ്റ്റേക്കേഷൻ അടിപൊളിയായിരുന്നു അല്ലേ? നമുക്ക് ഫാമിലീസിനൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു ഇന്ററാക്ഷൻ ഒക്കെ വന്നില്ലേ? നല്ല നല്ല ഒരു ട്രിപ്പായിരുന്നു. സാധാരണ നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ റെസ്റ്റ് എടുത്ത് ഉഴപ്പിയൊക്കെ ആയിരിക്കും. ഇപ്രാവശ്യം ജിതിഷൻ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറെ നാളിന് ശേഷം ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. എന്താ ടെൻഷൻ കുറഞ്ഞേ? കമ്പനിയിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉള്ളതുകൊണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.